പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ മുടിയിൽ എണ്ണയാണെങ്കിൽ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം? അപ്പോൾ നോക്കാം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇതിൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. പറയാൻ മറന്നുപോയി, ഞാൻ ജ്യോതിക. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ നോക്കാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്ടെന്ന് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ മുടിയിൽ എണ്ണയാണെങ്കിൽ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാം, പെട്ടെന്ന് എങ്ങനെ പോവാം, അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ ആവശ്യം എണ്ണയുണ്ട്. എനിക്ക് എവിടെയും പോകാനില്ലാത്ത കാരണം നമുക്ക് പോകാനുണ്ടെന്ന് വിചാരിച്ചിട്ട് ചെയ്യാം, അതായിരിക്കും എളുപ്പം. അപ്പോൾ നോക്കാം. നമ്മുടെ ഹെയറിൽ വെളിച്ചെണ്ണ അധികമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും മുടഞ്ഞിടുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കാരണം അങ്ങനെ ആരും ശ്രദ്ധിക്കില്ല, മെടഞ്ഞിട്ടേക്കല്ലേ. അതുകൊണ്ട് ഞാൻ സ്കൂളിലൊക്കെ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടായി. അതിൻ്റെ വെളിച്ചെണ്ണയായിട്ട് 2 ഭാഗത്തും കൂടി ഇട്ട് പോയിട്ടുണ്ടായി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. അവിടെ ഹിന്ദുവായിട്ട് ഞാൻ മാത്രമേ ഉണ്ടായുള്ളൂ. ബാക്കിയുള്ള ഞങ്ങൾ മൊത്തത്തിൽ 5 പേരായിരുന്നു. അതിൽ 4 പേരും മുസ്ലിംസ് ആയിരുന്നു. അവർ തട്ടമുട്ടിയിരുന്നു. എനിക്ക് ഒരു ഹെയർ സ്റ്റൈൽ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരിയാണ്. അപ്പം നമുക്ക് കെട്ടി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. എങ്ങനെ ഉണ്ടെങ്കിലും നമുക്കൊരു ഭംഗിയുണ്ടാവും. നമ്മളൊന്ന് കുറച്ച് മുടി എടുക്കുക, കുറച്ച് മുടി ശ്രദ്ധിച്ചെടുക്കണം. കുറച്ച് മുടി മാത്രം എടുത്താൽ മതി. ശ്രദ്ധിച്ചെടുക്കണം നോക്കി. അങ്ങനെ കിട്ടും. നമുക്ക് ഇഷ്ടം ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതിങ്ങനെ പിരിച്ചിട്ട് ബാക്കിലോട്ട് കുത്താം. ഇതൊരു ചിലർക്ക് അറിയാൻ തോന്നുന്നു. എണ്ണയുണ്ടെങ്കിലുള്ള ഹെയർ സ്റ്റൈൽ മാത്രമല്ല, സിമ്പിൾ ഹെയർ സ്റ്റൈലും കൂടിയാണ്. നല്ലൊരു സിമ്പിൾ ഹെയർ സ്റ്റൈലാണ്. എനിക്ക് നേർവാച്ചിൽ കൊണ്ടേ ശരിയാവില്ല, പിടിച്ചിട്ട് കുത്താം. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ മുടി ഉണ്ടെങ്കിൽ അവർക്ക് എടുത്തിടാത്തത്. ഇപ്പോൾ ഇല്ലാത്ത കാരണം നമ്മൾ മാറിയിടുന്നാൽ. അതിനുശേഷം ബേക്ക് ചെയ്യുവാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ ഇടുകയാണെങ്കിലും ഭംഗി ഉണ്ടാകും. അതിനുശേഷം മൊത്തത്തിലെടുത്തിട്ട് മൊത്തത്തിലെടുക്കുക. ഇവിടുന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് എടുത്ത് കൊടുക്കുക, നിങ്ങളിഷ്ടം. നിങ്ങൾക്ക് ഞാൻ വിട്ടു തന്നിരിക്കുന്നു. അതിനുശേഷം കെട്ടാം. എനിക്കൊരു ടൈറ്റാട്ടോ. എന്നിട്ട് ഫ്രണ്ടിലോട്ട് ഇട്ടാൽ മതി. ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. എന്താ എണ്ണ ഉണ്ടാകുന്നൊരു വിഷയമില്ല. എവിടേക്ക് വാങ്ങുമ്പോൾ വരാം. ഇതാണ് ഫസ്റ്റ് നമ്മുടെ ഹെയർ സ്റ്റൈൽ. ഇത് ഞാൻ എപ്പോഴും കിട്ടാറുണ്ട്. കാരണം എൻ്റെ നല്ല എപ്പോഴും എണ്ണ ഉണ്ടാവും. എനിക്കിങ്ങനെ എണ്ണ ഇല്ലാതിരിക്കുന്നത് അങ്ങനെ ഇഷ്ടമല്ല. ഫസ്റ്റ് ഇതാണ്. എൻ്റെ അങ്കുപ്പുറത്തെ വീഡിയോ സിനിമ കാണുന്നുണ്ട്, അതിൻ്റെ സൗണ്ടായി കേൾക്കുന്നത്. അത് നമ്മൾ ഇതാക്കണ്ട. കുറച്ച് ഹെയർ വിട്ടിട്ട് കേൾക്കണമെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഈ ഹെയർ സ്റ്റൈൽ കുറച്ചിങ്ങനെ കുറച്ചും കൂടി ഈ വാച്ചിൽ ശരിയാന്നൊക്കെ പെട്ടെന്ന് ഇത് കിട്ടും. അങ്ങനെ നല്ല ഭംഗിയായിട്ടത്. അപ്പോൾ തോന്നുന്നു. രണ്ടാമത്തെ പറയുമ്പോൾ ഇതൊരു എല്ലാവർക്കും നന്നായിട്ട് അറിയുന്ന ഹെയർ സ്റ്റൈലാണ്. കെട്ടി പോയിട്ടുണ്ടാവും. ഒരാളെങ്കിലും ഇത് കെട്ടാതെ സ്കൂളിൽ പോയിട്ടുണ്ടാവില്ല. കാരണം അത്ര എളുപ്പമാണ്. ഫ്രണ്ടിൽ നമ്മൾ ഇച്ചിരി മുടി എടുക്കുക, കമ്പറിയാൽ എന്താ ഇങ്ങനെ എടുക്കാം. ഞാനിവിടെ കണ്ണാടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യുക, സൈഡ് മാറി കൊടുക്കുക, എന്നിട്ട് സൈഡ് കുത്തുക. കുറച്ചിങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ അപ്പോൾ വരും. പക്ഷെ അധികം പിടിച്ചിട്ടുണ്ടെങ്കിൽ വെപ്പാവത്തില്ല. എൻ്റെ ഒരു വീഡിയോ ആണെന്ന് തോന്നുന്നു. അതുകൊണ്ട് നമ്മൾ ചെറുപ്പത്തിന് ചെയ്യും കേട്ടോ, ഇല്ലെങ്കിൽ അതവിടെ എന്തോ പോലെ നിൽക്കും. അതിനുശേഷം ഇങ്ങനെ ചെയ്ത് സെറ്റാക്കുക. ചെറുപ്പ് പോയി, കുപ്പിയുടെ വേദനയുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിൽ കിട്ടുക. എപ്പോഴും എണ്ണ തേച്ച് കഴിഞ്ഞാൽ നമ്മൾ കെട്ടി വയ്ക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. വെളിച്ചെണ്ണയുടെ ആ ഒരു ഇഷ്യൂ നമുക്ക് വരുത്താനില്ല. കെട്ടി വെച്ചു. ഇനി കുറച്ച് പേരൊന്നും ഇച്ചിരി മുടി ഫ്രണ്ടിലോട്ട് ഇടുക, ബാക്കിയുള്ള മുടി ബാക്കിലോട്ട് ഇടുക. എന്നിട്ട് ഈ സൈഡിന് ഉണ്ടെങ്കിൽ ഇച്ചിരി വേരിച്ചിടുക. കണ്ടോ, ഇപ്പോൾ ഒരു അധികം പ്രശ്നമില്ല. എണ്ണയുള്ള പോലെ തോന്നാനില്ല. ഞാൻ കുറി വെച്ചില്ല, ഞാൻ വയ്ക്കാറുണ്ട്. ഇങ്ങനെ ഇത് രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. എനിക്ക് ഒരു ഓക്കെയാണ്.
ഇനി കുറച്ച് പൂസ് കിട്ടി നമുക്ക് ഷോ കാണിക്കാം. കമ്മലിട്ടില്ല, ഞാൻ കമ്മലിനെ വീട്ടിലും വിടാറില്ല. അപ്പോൾ രണ്ടാമത്തെ. ഇനി ഒരു പോണിറ്റൈലാണ്. പക്ഷെ പോണിറ്റൈൽ കെട്ടുന്നതിന് മുമ്പ് ഫ്രണ്ടിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിങ്ങനെ എടുത്തിട്ട് നമുക്ക് ചീർപ്പ് വെച്ചെടുക്കാം. കൈ വെച്ചെടുക്കാൻ ശരിയാവില്ല. എടുത്തിട്ട് കുറച്ച് മുടി മാത്രം ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ എടുക്കാം. എന്നിട്ട് കറക്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ബാക്കോട്ട് എടുക്കാം. ഞാൻ എടുക്കട്ടെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ കെട്ടുക. ഞാൻ അങ്ങനെ പോണിറ്റൈൽ കെട്ടാറില്ല. കെട്ടിട്ട് നല്ലിട്ട് മുറുക്കാട്ടോ. ശേഷം മുമ്പിൽ കിടക്കുന്ന മുടി അവിടെ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. ഇങ്ങനെ പിരിക്കുക. പിരിച്ചിട്ട് ഈ പോണിറ്റൈൽ കിട്ടിയതിൻ്റെ അടിയിൽ കൊണ്ടുപോയിട്ട് സൈഡ് കുത്തുക. ഇതും അങ്ങനെ തന്നെ ചെയ്യാം. ഇതിങ്ങനെയും ചെയ്യാം. പിന്നെ വേറെ വേണ്ട കാണിച്ചിട്ട് ഇത് ഇങ്ങനെ കൊണ്ടുപോയിരുത്താം. ഇപ്പോൾ പോണിറ്റൈൽ തന്നെയാണ്. ബാക്കിൽ പോണിറ്റൈലും ഫ്രണ്ടിൽ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലാണ്. ഇപ്പോൾ ഫ്രണ്ടിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് ചീവ് സെറ്റാക്കി കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോകും. ഇങ്ങനെ പതിപ്പിച്ച് കിട്ടുന്നവർക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ വേറെ ഫ്രണ്ട് ഫസ്റ്റ് കാണിച്ചത് പിന്നെ കൊടുക്കുന്നുണ്ട്. വെറുതെ പോണിറ്റൈൽ ഇട്ടിട്ട് കുറച്ച് മുടി വലിച്ചിട്ടാലും മതിയാവും. അപ്പോൾ അതിന് കുറച്ച് മുടി കൊണ്ടിട്ട് ഇങ്ങനെ ഇതൊക്കെ ഓക്കെയാണ്. ഇതാണ് നമ്മൾ മൂന്നാമത്തെ. ഇനി ഒരെണ്ണം കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ കഴിഞ്ഞിട്ടാണ്. ഇത് നമ്മൾ നേരത്തെ കിട്ടിയില്ലേ, അതേ സമയം അയക്കാണ്ട് ഇപ്പുറത്തെ സൈഡ് അയക്കണ്ട. ഈ സൈഡ് മാത്രം അയച്ചിട്ട് ഇത് ഇച്ചിരി എടുക്കുക, പിരിക്കുക. നന്നായിട്ട് ഈ വര കാണുന്ന വഴി പിരിക്കുക കേട്ടോ. അതേപോലെ തന്നെ രണ്ടാമത്തെ എടുക്കുക. പിന്നെ ഇച്ചിരി എടുത്താൽ നമുക്ക് നേരെ ബെന്നുണ്ടാവും. അതും ഒന്ന് പിരിച്ചിട്ട് ഇതിൻ്റെ ഒപ്പം തന്നെ പിടിക്കുക. പിന്നെ മൂന്നാമത്തെ ഇത് നമുക്ക് 4 സെക്ഷനിൽ എടുക്കാം. കണ്ടോ, ഇതും അങ്ങനെ തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മളിങ്ങനെ സെക്ഷൻ വെച്ചിട്ട് പോകണം. കാണാനുണ്ട് അതൊക്കെ. എന്നിട്ട് അതോടെ ക്ലിപ്പ് ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള മുടി ഈ പോണിറ്റൈലിൻ്റെ ഒപ്പം തന്നെ വെച്ച് ഇവിടെ ഒരു പിന്നും തന്നെ സൈഡ് കുത്താം. ഇത് കൊടുത്ത് അത് ബാക്കിൽ തട്ടാം. ഇതും കൂടി കൂട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ച് എൻ്റെ ഫ്രണ്ടിനോട് വെച്ചിടാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽസ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടം ഞാൻ ഫസ്റ്റ് കാണിച്ചില്ല, അതാണ് ഇങ്ങനെ സൈഡിൽ നിന്ന് തൂത്തിയിട്ട്, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത്രയും നമ്മുടെ വീഡിയോ. ടാറ്റാ.